you love affordable products. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ടോപ്പ് 5 affordable makeup products പറ്റിയാണ് സംസാരിക്കുന്നത്. And these products are all under ₹500. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഒരു സീരീസ് ആക്കിയാലോ എന്ന് ആലോചിക്കാം. What do you think? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? എനിവേ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മലബാർ മിങ്കിൾ. ഞാൻ ഹനാൻ. ഇനി നമുക്ക് അധികം സംസാരിച്ച വീഡിയോ ഡിലേ ആക്കാൻ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇൻ വൺ പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് ബേസിക്കലി എ ഫൗണ്ടേഷൻ പ്ലസ് കൺസീലർ പ്ലസ് ബ്ലഷ് പ്ലസ് കളർ കറക്റ്റർ. യെസ്, ലൈക്ക് ഐ സെഡ്, all in one. And the best part is that it retails for ₹250. ഒന്ന് ആലോചിക്കുക, വെറും ₹250 ഈ പറഞ്ഞ സാധനം എല്ലാം കിട്ടുന്ന ഒരു അവസ്ഥ. യെസ്, ഞാൻ ആക്ച്വലി പ്രോഡക്റ്റിനെ പറ്റി ഇതുവരെ പറഞ്ഞില്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ NYWay full coverage concealer palette. I'm in the shade 01 Fair Lady and this is a full coverage palette. ഇന്നത്തെ ഞാൻ എന്റെ entire makeup ഈ ഒരു palette വെച്ചിട്ടാണ് ചെയ്തത്. And you tell me how smooth and എന്താ പറയാ, നല്ല ഫിനിഷ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. ദാറ്റ് ഇസ് വാട്ട് ഐ റിയലി ലവ്. ദ ഫോർമുല ഇസ് സോ ഗുഡ്. സോ ഇഫ് യു ഹാവൻറ്റ് ഗിവൻ ദിസ് എ ഷോട്ട്, ഐ ഹൈലി റെക്കമെൻഡ് യു ഡു. പിന്നെ ദിസ് ഇസ് ഓൾസോ വെരി ട്രാവൽ ഫ്രണ്ട്ലി, ഐ മസ്റ്റ് സേ. ഇതാണ് ഞാൻ എന്റെ കൺസീലർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും എന്റെ ഫൗണ്ടേഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യും. ഇത് രണ്ടും ഫോർ ബേസിക്കലി കളർ കറക്റ്റിംഗ് ആൻഡ് വേണമെങ്കിൽ ഇത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓറഞ്ചിഷ് സോർട്ട് ഓഫ് എ ഷെയ്ഡ്. It's very nice and very travel friendly. Next up is a blush. This one is from Cups and Lashes. This is in the shade Lactose Free 06. എൻ്റെ അടുത്ത് ഇതൊന്നല്ല, ആക്ച്വലി 2 ബ്ലഷ് ഉണ്ടായിരുന്നു ഇവരുടെ. ആൻഡ് ഇപ്പൊ ഒന്ന് മാത്രമേ ഉള്ളൂ, കാരണം മറ്റേത് എൻ്റെ ഫ്രണ്ട് പോയിക്കൊണ്ടായി. And that was a beautiful pink shade. This is a beautiful brown nude shade. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, ദിസ് ബ്രാൻഡ് ഇസ് അണ്ടർ റേറ്റഡ്. ഓക്കെ, ലൈക്ക് ഞാൻ ഇവരുടെ ഒരുപാട് പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാൻ ഒരുപാട് പേരൊന്നും ഈ പ്രോഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യുന്നതോ യൂസ് ചെയ്യുന്നതോ ഈ ബ്രാൻഡിനെ പറ്റി സംസാരിക്കുന്നതോ കേട്ടിട്ടില്ല ഫോർ സം റീസൺ. ബട്ട് ഐ ഹാവ് ട്രൈഡ് എ ഫ്യൂ പ്രോഡക്ട്സ് ഫ്രം ദം ആൻഡ് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണ്. ആദ്യം ഞാൻ ഇതിന്റെ ഷെയ്ഡ് കാണിച്ചാലും, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്. എടുത്തു. ഓക്കെ, ദിസ് ഇസ് എ സ്വാച്ച്. ദിസ് ഇസ് ഹൗ ദ ഷെയ്ഡ് ലുക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ബ്രോൺസർ ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് വർക്ക്സ് ബോത്ത് വേസ്. ആൻഡ് ഓൾസോ ലുക്ക് അറ്റ് ഹൗ വെൽ ഇറ്റ് ബ്ലെൻഡ്സ്. See, it's one. It blends into the skin like a dream. The formula is so good and it's very travel friendly. എനിക്കൊന്ന് ഇന്നത്തെ ഞാൻ കാണിച്ചിരുന്ന പ്രോഡക്ട്സ് എല്ലാം അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ഉള്ള സാധനങ്ങളാണ്. ദിസ് ഇസ് വെരി നൈസ്. ഇതിന്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഇറ്റ് ഇസ് ഗ്രേറ്റ് ഫോർ ചീക്സ്, ലിപ്സ് ആൻഡ് ഐസ്. ഞാൻ ഇത് ചീക്സിലും ഐസിലും ട്രൈ ചെയ്തിട്ടുണ്ട്, ലിപ്സിലും ട്രൈ ചെയ്തിട്ടില്ല. ഇവരുടെ ലിപ്സ്റ്റിക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവൻ ദാറ്റ് ഇസ് ഗുഡ്. ഒരു ഗ്ലിറ്റർ പാലറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവൻ ദാറ്റ് വൺ ഇസ് റിയലി ഗുഡ്. സോ യാ, ഇൻ കേസ് യു ആർ ലുക്കിംഗ് ഫോർ an affordable good blush that will last you an entire day, you can go for this. Next product nu varudhu is a mascara. This one is from Essence. Idu avarude volume stylist mascara aanu. Now പണ്ട് എനിക്ക് മസ്കാര എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാണ്ട് ഒരു സാധന. ബട്ട് റൈറ്റ് നൗ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഐ ബിൻ ട്രൈങ് ഔട്ട് എ ഫ്യൂ മസ്കാരാസ്. ഐ ബിൻ ലൈക്കിംഗ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ദം. ബട്ട് ദിസ് വൺ സ്റ്റുഡ് ഔട്ട് ഫോർ മീ. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിന്റെ ലാഷിന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഇറ്റ് gives a lot of volume. എന്റെ lashes are like dead. Okay, എന്റെ lashes എനിക്ക് ഒട്ടും കാണാനില്ലാത്തൊരു സാധനമാണ് ഐലാഷ് എന്ന് പറയുന്നത്. ബട്ട് ഇത് അതിന് വോളിയം കൊടുക്കും. It also lifts my lashes. Another thing is that it's easy to get rid of this. That is what I really love about it. എന്താണെന്ന് വെച്ചാല് നമുക്കിപ്പോൾ ഉള്ളത് ഒന്ന് വാട്ടർ പ്രൂഫ് മസ്കാര, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര. സോ ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരാസ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് റിഡ് ഓഫ്. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് റിഡ് ഓഫ്. എന്ന് വെച്ചാൽ അത് പോകില്ല എന്റെ ഐലാഷിന്. ബട്ട് ഇത് അങ്ങനെയല്ല. It's easy to get rid of this one. So yeah, എനിക്ക് എന്റെ മസ്കാരാസ് ഇങ്ങനെ ഫുൾ ടൈം എന്താ പറയാ കണ്ണിന്ന് പോവാണ്ട് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. സോ ആ ഒരു കേസിൽ ഐ റിയലി എൻജോയ് യൂസിങ് ദിസ്. സോ യെസ്, ഇൻ കേസ് യു ആർ ലുക്കിംഗ് ഫോർ എ വെരി അഫോർഡബിൾ, വെരി വാട്ടർ റെസിസ്റ്റന്റ് തന്നെയാണ് കേട്ടോ സാധനം. അങ്ങനത്തെ ഒരു മസ്കാര നോക്കുന്നതെങ്കിൽ ഗോ ഫോർ ദിസ്. ദിസ് വിൽ ലെങ്തൻ യുവർ ലാഷ് ആൻഡ് വിൽ ഗിവ് യു വോളിയം. പ്ലസ് കേളർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ് വിൽ ലൈക്ക് ഇങ്ങനൊരു എഫക്ട് വരും ലാഷിന്. ഞാൻ പേഴ്സണലി കേളേഴ്സ് യൂസ് ചെയ്യാറില്ല. സോ ഇറ്റ് സ്റ്റിൽ ഗിവ്സ് മൈ ലാഷസ് ആവശ്യത്തിനുള്ള ലെങ്ത്തും വോളിയം ഒക്കെ തരുന്നുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ട് നിന്ന ഒരു ഐലൈനർ ആണ്. ദിസ് ഇസ് ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇത് അവരുടെ ഹോളോഗ്രാഫിക് ഐലൈനർ ആണ്. ദിസ് ഇസ് ബേസിക്കലി ദ പിങ്ക് വേരിയന്റ്. ഐ തിങ്ക് ദ ഷെയ്ഡ് നെയിം ഇസ് കോൾഡ് സ്റ്റാർ ഡസ്റ്റ്. എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഇറ്റ്സ് ദ പിങ്ക് വൺ. ഇതിന്റെ പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കിത് 3 ഓർമ്മയുള്ളൂ. ആൻഡ് ഇത് വാസ് സൂപ്പർ ഹൈപ്പ്. ലൈക്ക് ഇന്റർനെറ്റ് വാസ് ഗോയിങ് ക്രേസി അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. ദാറ്റ് എവിടെ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധനം ഇത്. ആൻഡ് ഓണസ്റ്റ്ലി ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് എന്താണ് ഇതിൽ ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായില്ല. ബട്ട് നൗ ഐ സീ ഇറ്റ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡുവോക്രോം ഐലൈനർ. ഓണസ്റ്റ്ലി ഇവർ എന്തുകൊണ്ടാണ് ഇതിനെ ഹോളോഗ്രാഫിക് എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ.
I would say that it's a beautiful duochrome eyeliner. This is how the shade looks like. But yes, this is how the shade looks like. It's a beautiful duochrome. Okay, there is a pink to golden shift ആണുള്ളത്. ഇവിടെ ഒരു ഗ്രീനിന്റെ ഹിഞ്ചും ഉണ്ട്. സോ ബേസിക്കലി ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളർ ഷിഫ്റ്റ് അത്ര എവിഡന്റ് ആയിരിക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇതൊരു ഐ ഷാഡോ പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളർ ഷിഫ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് ഐസിന്റെ മേലെ മൊത്തത്തിലൊന്ന് ഈ കളർ ആക്കിയിട്ട് ജസ്റ്റ് എഡ്ജസ് ഒന്ന് ബ്രഷ് വെച്ച് സ്മഡ്ജ് ഔട്ട് ചെയ്താൽ മതി. ഇറ്റ് വിൽ ലുക്ക് റിയലി പ്രിറ്റി. ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. ബട്ട് യെസ്, ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഓൾവേസ് ഞാൻ എന്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബ്രേക്സ് ഈസിലി. സോ അതൊരു ചെറിയ പ്രശ്നം. ഇത് എന്റെ കയ്യിൽ നിന്നിട്ട് ആക്ച്വലി 2 തവണ ഓൾറെഡി പൊട്ടി. ആൻഡ് ഇതില് എന്നിട്ട് ഇത് ഇത്രേ ബാക്കിയുള്ളൂ. ഇത്ര മാത്രമേ ഇപ്പൊ പ്രൊഡക്റ്റ് ബാക്കിയുള്ളൂ. 2 തവണ പൊട്ടി. സോ യു ഹാവ് ടു ബി എ ലിറ്റിൽ കെയർഫുൾ വിത്ത് ദിസ് വൺ. സോ യെസ്, ഇത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടോ, ഇൻ സ്റ്റോക്ക് ആണോ, അവരത് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ റിയലി എൻജോയ് യൂസിങ് ദിസ് പ്രോഡക്റ്റ്. സോ ഇഫ് യു കെൻ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ് ആൻഡ് ഇഫ് യു ലുക്കിംഗ് ഫോർ എ പ്രോഡക്റ്റ് that is duochrome and it has a fun product നോക്കുകയാണെങ്കിൽ this would be the one. Finally, the last product that I have with me today is a lip gloss. ഇപ്പം currently എന്റെ obsession എന്ന് പറയുന്നത് is lip oils, lip gloss, അങ്ങനെയുള്ള lip products ആണ്. And this is something that I've been using quite often. This one is from Mars. ഇത് അവരുടെ Candelicious lip gloss ആണ് in the shade Tutti Frutti. It's a beautiful pink shade and ഇതിൽ actually shimmer particles ഉണ്ട്. Shimmer glitter particles. I'll show you how the shade looks like. It's a beautiful pink shade. See, ഇതിന് നല്ലൊരു ടിന്റ് ഉണ്ട്. I really love this. Now I'll tell you, ഞാൻ കുറെ ലിപ് ഗ്ലോസ് ട്രൈ ചെയ്തത് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടമായത്. See, the shade is so pretty. So first reason അതാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. നമ്പർ 2, ഇതില്ലേ ഒട്ടും സ്റ്റിക്കി അല്ല. ഇറ്റ്സ് നോട്ട് സ്റ്റിക്കി ഓർ ഗൂയി ഓൺ ദ ലിപ്സ്. സാധാരണ ലിപ് ഗ്ലോസ് ജസ്റ്റ് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നേരം your lips will feel very tacky and everything, but ഇതിൽ അങ്ങനെയൊന്നുമില്ല. It's very hydrating, very nourishing on the lips. So basically formula wise it's a 10 on 10 product. പക്ഷെ ഇതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് പ്രോഡക്റ്റിലല്ല പ്രശ്നം, ഇവരുടെ ഷെയ്ഡ് റേഞ്ച് ആണ്. ഇറ്റ്സ് എ ലിറ്റിൽ ഓഡ്, വിയേർഡ് എന്ന് വേണം പറയാൻ. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 6 ഷെയ്ഡ്സോ മറ്റോ അവൈലബിൾ ആണ്. ആൻഡ് അതിൽ കുറെ ഷെയ്ഡ്സ് ആർ വെരി സിമിലർ. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഡിഡ് നോട്ട് റിയലി ലൈക്ക്. എന്റെ അടുത്ത് ഇതിൽ എനിക്ക് തോന്നുന്നു 3 ഷെയ്ഡോ മറ്റോ ഉണ്ട്. ആൻഡ് ഇതുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഷെയ്ഡ്. ആൻഡ് ദാറ്റ്സ് വെരി പ്രിറ്റി. എനിക്ക് അത് രണ്ടോ കൂടുതൽ ഇഷ്ടമായത്. ബട്ട് ദിസ് ഇസ് ദ വൺ ഐ ലവ് ദ മോസ്റ്റ്. വെരി ഫ്രീക്വന്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ആക്ച്വലി ഐ എം ഗോണ യൂസ് ദിസ് റൈറ്റ് നൗ. ലിപ്സ്റ്റിക്കിന്റെ മേലെ ഓൾസോ ഇറ്റ് വർക്ക്സ് റിയലി വെൽ. അതല്ലെങ്കിൽ ഹൗ ഐ യൂസ് ഇറ്റ് ഇസ് ജസ്റ്റ് നമ്മളെ ലിപ് ലൈനർ ഇട്ടിട്ട് അതിന്റെ കൂടെ ഇത് പെയർ ചെയ്താൽ ഓൾസോ ഇറ്റ് ലുക്സ് റിയലി പ്രിറ്റി. And I don't know if you can see, but it has a beautiful shine. So yes, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. I really hope you guys enjoyed watching this. എനിക്കറിയാം ഒരു ക്വിക്ക് 5-minute review വീഡിയോ ആയിരുന്നു. ബട്ട് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ let me know in the comment section below. I would love to know that. അതുപോലെ ഇനി ഏതെങ്കിലും വീഡിയോസ് കാണുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് സെക്ഷനിൽ പറയാം. I would love to know. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ടു മീ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ യഥാശസ്.